ആശുപത്രി അധികൃതരുടെ അനാസ്ഥയിൽ കോമയിലായ രോഗി ഇറങ്ങിപ്പോയി. മധ്യപ്രദേശിലെ രത്ലാമിലെ സ്വകാര്യ ആശുപത്രിയിലാണ് വലിയ തട്ടിപ്പ് നടന്നത്. രോഗി കോമയിലാണെന്നാണ് ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ പറഞ്ഞത്. എന്നാൽ അത് തട്ടിപ്പാണെന്ന് തെളിയുകയായിരുന്നു. രോഗി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കണ്ണുവെട്ടിച്ച് ഐസിയുവിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലക്ഷങ്ങൾ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. നിർധനരായ കുടുംബം അധികൃതരുടെ വാക്കുകൾ കേട്ട് പണം സംഘടിപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. ഇതിനിടയിലാണ് ഐസിയുവിന്റെ പുറത്തേക്ക് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും കണ്ണുവെട്ടിച്ച് യുവാവ് പുറത്തിറങ്ങിയത്. എന്നാൽ ആരോപണങ്ങളെല്ലാം ആശുപത്രി നിഷേധിച്ചു. സംഭവം വൈറലായതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ആകെ ബിൽ 8,000 രൂപ മാത്രമായിരുന്നുവെന്നാണ് ആശുപത്രി പറയുന്നത്. സംഭവത്തിന് മുമ്പ് 40,000 രൂപ ആശുപത്രി ബിൽ അടച്ചുവെന്നാണ് യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നത്. നാട്ടിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റാണ് യുവാവ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ബോധം നഷ്ടപ്പെട്ടെന്നും കോമയിലാണെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചത്. അടിയന്തരവും ചെലവേറിയതുമായ ചികിത്സ ആവശ്യമാണെന്നും ഉടൻ 1 ലക്ഷം രൂപ കണ്ടെത്തണമെന്നും ബന്ധുക്കളോട് പറഞ്ഞു. 5 ആശുപത്രി ജീവനക്കാർ ചേർന്ന് തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നെന്ന് യുവാവ് പറഞ്ഞു. യുവാവിന് ഡോക്ടർമാർ അറിയിച്ചതുപോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല. ആശുപത്രിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വലിയ മെഡിക്കൽ തട്ടിപ്പിനാണ് രോഗി ഇരയായതെന്നും ആശുപത്രിക്കെതിരെ നടപടി വേണമെന്നുമുള്ള ആവശ്യം ഉയരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.